എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. അല്ല പുനിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നാണ് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ബാക്ക് ടു സ്കൂൾ ആണ് കേട്ടോ. അല്ലേ? സ്കൂളിൽ പോണ എക്സൈറ്റഡ് ഉണ്ടോ? ഹാപ്പി ആണോ? ഇല്ലിന് മടിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് പുനസൊക്കെ എല്ലാ ഫ്രണ്ട്സുകൾക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, 2 months ലീവ് ഉണ്ടായിരുന്നു. എന്താ ചെയ്തോ? എല്ലാ ഫ്രണ്ട്സ് കിட்ட സംസാരിക്കണ്ടേ അല്ലേ? പിന്നെ പുതിയ ക്ലാസ് ടീച്ചർ കിட்ட മീറ്റ് ചെയ്യണം. ഇപ്പൊ ബിന്ദു മാം ഇല്ലല്ലോ, പിന്നെ വേറെ ക്ലാസ് ടീച്ചർ ആണല്ലോ പുനസക്ക് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ മിനി വ്ലോഗ് ചെയ്യാൻ വിചാരിച്ച്. പുനസക്ക് സ്കൂളാണല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് പുനസ്. സ്കൂള് സെന്റ് സേവിയേഴ്സ് സ്കൂളാണ്, പണ്ടത്തെ സ്കൂള് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പുനസൊക്കെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പുനസൊക്കെ സ്വന്തം അപ്പം അമ്മ പുനസൊക്കെ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹാഫ് ഡേ ആണ് ഇന്ന്. ഫസ്റ്റ് ഡേയിൽ ഹാഫ് ഡേ ഉണ്ടോ. ഇന്ന് ബുക്സ് ഒന്നും പോവണ്ട, ഓൺലി റഫ് നോട്ട് കൊണ്ടുപോവാം കേട്ടോ. പിന്നെ സ്നാക്സ് കൊണ്ടുപോവാം. ലഞ്ചിൽ വീണ്ടും അപ്പ വരും, പുനസൊക്കെ എടുക്കണം കേട്ടോ. ചിഞ്ചിരി. അപ്പൊ ഫ്രണ്ട്സൊക്കെ മീറ്റ് ചെയ്യൂലേ ഇന്ന്? സാമരിയ, അടുലു, പിന്നെ വേറെ ആരൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ്? അറിയില്ല, നമുക്ക് ഇനി നോക്കാം. സ്കൂളിൽ പോകണം, റെഡി ആവണം. ഓക്കെ. അപ്പൊ പുനസക്ക് സ്കൂളിലേക്ക് ബുക്സ്, നോട്ട് ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് എല്ലാം കാണിച്ചു കൊടുക്കണം. അപ്പൊ ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പൊ സൗണ്ട് ഫോണൊക്കെ സ്കൂളിൽ പോണൊക്കെ വേണ്ടി പറയുന്നുണ്ട്. ഇത് നോക്കട്ടെ. പുനസക്ക് ഇതെന്താ? ഇത് അംബ്രല്ല. ഇത് ബോക്സ്. അതെന്താ? ഓ അങ്ങനെ ആനാ. അടിപൊളി അടിപൊളി. ബോക്സ് കാണിച്ചേ നോക്കട്ടെ. ഓക്കെ. സ്റ്റിക്കി നോട്ട് ആവശ്യമില്ലല്ലോ. എന്താണ് കൊണ്ടുപോണേ? സ്റ്റൈലിക്ക് വേണ്ടി. ഗുഡ് മോർണിംഗ് അപ്പ. ബാക്ക് ടു സ്കൂൾ. അമ്മയുടെ പുണ്ണുസൊക്കെ അമ്മക്കും ഹൈറ്റ് നോക്കുന്നു പറയുന്നു. ബിഗ് ആവുന്നുണ്ടോ കൊച്ചെ? പിന്നെ പുണ്ണുസൊക്കെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകണം. റഫ് നോട്ടും പിന്നെ ഈ പെൻസിൽ ബോക്സും ഷാർപ്നറും കൊണ്ടുപോ കേട്ടോ. പിന്നെ ഇത് പുനസൊക്കെ ബുക്സ് ഒക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുക്സും പിന്നെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് ബാഗ് ലാസ്റ്റ് ഇയർക്ക് ബാഗാണ്. ഇത് നല്ല ബാഗ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ അപ്പൊ ഇത് തന്നെ യൂസ് ചെയ്യാം സുന്ദരിക്കോതൊക്കെ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ കൊച്ചൊക്കെ ഹാഫ് ഡേ ആണല്ലോ. അപ്പൊ ഇന്ന് സ്കൂൾ ഡ്രസ്സ് വേണ്ട, നോർമൽ സിവിൽ ഡ്രസ്സ് മതി. അപ്പൊ നമുക്ക് റെഡി ആവാം. പിന്നെ പുരുഷക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ ആണല്ലോ. ഫസ്റ്റ് ഡേയില് പഠിക്കണം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ടീച്ചർമാർ പഠിപ്പിറ്റും, ഫ്രണ്ട്സ് പഠിപ്പിറ്റും, അങ്ങനെ കാര്യങ്ങളിലാണല്ലോ ഫസ്റ്റ് ഡേയിലെ. അപ്പൊ ഹാഫ് ഡേ മാത്രമാണ്. അപ്പൊ ഇന്ന് ബാക്ക് ടു സ്കൂൾ ആയില്ല. അപ്പൊ നമുക്ക് രാവിലെ ടൈം ടേബിൾ, പണ്ടത്തെ ടൈം ടേബിൾ കൊണ്ടുവരണം. അപ്പൊ ഇപ്പൊ ഇന്ന് ഞാൻ 6 മണി എണീച്ച് അലാറം വെച്ചായിരുന്നു. 6 മണിക്ക്. അപ്പൊ കറക്റ്റ് 6 മണിക്ക് മുമ്പ് ഞാൻ എണീച്ച്. പിന്നെ പുനസക്ക് ഇന്ന് മുതൽ 7 എണിപ്പിക്കണം. അങ്ങനെയാണ്. എന്താ കഴിക്കണ പുനസേ? അപ്പം. അവ ഇഷ്ടാ? പൊങ്കലായിട്ടുണ്ട്. മിൽക്ക് കഴിക്കും. ഇന്ന് കറി അമ്മ ഉണ്ടാക്കുന്ന സമയം കിട്ടില്ല. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന സമയം കിട്ടില്ല. രാത്രി കടല ഇട്ടില്ലല്ലോ. നല്ല ഉത്തരവാദിത്വം ഉണ്ടല്ലേ. കൊച്ചെ പറയണ കറി എവിടെ, കടലൊക്കെ എവിടെ പറയുന്നത്. നാളെ മുതൽ അമ്മ പെർഫെക്റ്റ് കറി ഉണ്ടാക്കി തരാം കേട്ടോ. പിന്നെ അമ്മക്ക് ജ്യൂസ് കേട്ടോ.
യമ്മിതാ ബീട്രൂട്ട് എന്ത് ദിവസം അത്? മാതളരങ്ങ ബീട്രൂട്ട് ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ആൻസി ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയും സ്കിന്നിലെ ബ്രൈറ്റ്നെസ്സും കൂട്ടും, ഹെൽത്ത് ഇന്നറല്ലേ നമ്മൾക്ക് ഇന്നർ ഹെൽത്തും നല്ലതാണ്, സ്കിന്നിക്കും നല്ലതാണ്. പണ്ട് നീ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാനൊക്കെ എല്ലാ സമയത്ത് ആപ്പിക്കിട്ട ഡെയിലി മാതളരങ്ങൊക്കെ ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല കളർ വെച്ചാൽ ശരിക്കും മാതളരങ്ങ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല കളർ വെക്കും. പക്ഷേ ഞാനൊക്കെ മാതളരങ്ങ ഡെയിലി ജ്യൂസ് കുടിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കൈയൊക്കെ കറുപ്പാകും, അത് കാരണം. ഓ ഗുഡ് മോർണിംഗ്. എന്താണ് നേരത്തെ എണീക്കായിരുന്നത്? അപ്പൊ ഇനി പഴയ പോലെ നടക്കുന്നില്ല, ഇനി നേരത്തെ എണീക്കണം. കൊച്ചു സ്കൂളിൽ പോയി തുടങ്ങാറായി. കൊച്ചു സ്കൂളിൽ പോകുമ്പോ അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അപ്പന്റെ അപ്പുറം ഉത്തരവാദിത്തമൊന്നുമല്ല, മുത്തശ്ശി ഉള്ളിടത്തും കാലം അമ്മയുടെ. മുത്തശ്ശി എന്ന് പറഞ്ഞ അപ്പനും അമ്മയും നേരത്തെ എഴുന്നേക്കാം, കൊച്ചിനെ സ്കൂളിൽ വിടാം. ഭയങ്കര ക്ഷീണ. ഇപ്പൊ ഇന്നലെ വൈകിയല്ലേ കിടന്നേ? എന്താ വൈകി കിടന്നത്? സാരിയുടെ അവിടെയായിരുന്നു കിടന്നു ഞങ്ങള്. ചിന്തരിക്ക് ഒരു അപ്പം ഇച്ചിരി ലിറ്റിൽ ബിറ്റ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡേറ്റ്സും നന്നായിട്ട് നോക്കണം. ഇത് ഡേറ്റ്സിലും പുഴു വരും പെട്ടെന്ന്. ഇന്ന് അമ്മ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വരും കേട്ടോ. പിന്നെ ഒരു മുട്ട. ഇന്നലെ സൺഡേ ഉണ്ടായിരുന്നു, അത് കാരണം നല്ല ഫ്രൂട്ട്സ് കിട്ടൂല. ഇന്ന് മൺഡേ ആണ്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. അപ്പൊ അമ്മ പുനസൊക്കെ ഇഷ്ടം ഓറഞ്ച്, പിന്നെ വേറെ എന്താ ഇഷ്ടം? ഗ്രേപ്സ്, മാംഗോ ഒക്കെ മേടിച്ചിട്ട് വരാം. സ്ട്രോബെറി, ക്യാബേജ് കറി വെക്കാം. അപ്പൊ ഇതാണ് പുനസിനൊക്കെ സ്നാക്സ്. ലഞ്ച് ടൈം വരെ ഉണ്ടല്ലോ, ലഞ്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കാം. ഇത് വാട്ടർ ബോട്ടില്, ഇത് സ്നാക്സ് ബോട്ടില് ഒക്കെ. ദേ അമ്മ വന്നതേ. ഹലോ, അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടാ? ഞാൻ പോയിട്ടുണ്ട്. നീ പോയിട്ടുണ്ടോ? അമ്മ എത്ര വരെ പോയിട്ടുണ്ട്? ഞാൻ 4 വരെ. അത് മതിയിടാ എനിക്ക്. 4 വരെ. നീ എത്ര വരെ പോയി? നീ എത്ര വരെ അല്ല, നമ്മുടെ ഈ ഗ്യാങ്ങില് ഏറ്റവും കൂടുതൽ പഠിച്ചത് അമ്മ. നമ്മുടെ ഈ യൂട്യൂബില് ഇവിടുത്തെ എത്ര വരെ പഠിച്ച്? ഡിഗ്രി കംപ്ലീറ്റ് ആയില്ലാട്ടാ. സേക്കുട്ടി ഞാൻ 10. ഓ കള്ളം പറയണത്തിട്ടാ. അൻസിപ്പ് എത്ര പഠിക്കണേ? അവള് ഡിഗ്രി കഴിഞ്ഞില്ലേ? ഡിഗ്രി കഴിഞ്ഞു. അവളാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്. BSc കഴിഞ്ഞല്ലേ? ചുന്നരി പഠിക്കണം, നന്നിട്ട് പഠിക്കണം, പഠിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പൊ ചൂനമ്മക്ക് ബാഗ് മേടിക്കണം, ചെരുപ്പ് മേടിക്കണം പറയുന്നുണ്ടല്ലോ. അമ്മക്ക് എന്താ മേടിച്ച് കൊടുക്കണേ? മാല, കമ്മല്. പണ്ട് അപ്പൊ അമ്മയുടെ പണ്ട് 1ാം ക്ലാസ്സിൽ പോയി ഫസ്റ്റ് 1ാം ക്ലാസ്സിലുള്ള ചേർന്ന അത് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ ഈ അല്ലെന്ന് അവിടെ ഈ സാനിറ്ററിയുടെ തുള്ളിയൊരു ഇഞ്ചക്ഷൻ ചെയ്യുമല്ലോ. എന്തിനാ? 5 വയസ്സിന് എടുക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നേരെ അവിടെ പോവുകയെ സ്കൂളിൽ പോകും. എനിക്ക് കരച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇങ്ങനത്തെ ബാഗൊന്നുമില്ല. ഈ ബാഗ് കൊണ്ടാണ്. അതൊക്കെ എത്ര നാൾ കഴിക്കാമേ? ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് കൊണ്ട് നെയ്യണ ബാഗ്. പിന്നത്തെ അമ്മയുടെ സമയത്താ അമ്മയ്ക്ക് അങ്ങനെ മേടിച്ചു കൊടുത്താൽ അമ്മയുടെ രണ്ടായിട്ട് ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത് ഞാനും പ്ലാസ്റ്റിക്കില് കൊണ്ടുപോയി. ഈ നമ്മുടെ ഇപ്പൊ കടയിൽ കിട്ടിയ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതിലും എടുത്തിട്ട് പോകും. അതെ, സോയിക്കുട്ടിനെ ഫസ്റ്റ് അമ്മ സ്കൂളിൽ ചേർത്തൊരു ദിവസം ഉണ്ടല്ലോ, ആ കഥ ഒന്ന് പറഞ്ഞേ. അത് നല്ല കൊടുക്കൂട്ടേക്ക് പറ. സ്കൂളിൽ ചേർത്തോ അമ്മ? എത്രയില്? അത് 5 വയസ്സുണ്ടായി ആ സമയത്ത്. 5 വയസ്സില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. 6 വയസ്സ് എനിക്ക് തോന്നി. 5 വയസ്സ് 6 വയസ്സിൽ തോന്നി ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കൂട്ടോ. അവിടെ ആ സമയത്ത് pre-KG അങ്ങനെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, ഡയറക്റ്റ് 1ൽ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ സ്കൂളിൽ കൊണ്ടാക്കി അമ്മ വീട്ടിൽ എത്തുന്ന മുമ്പ് ഞാൻ വേറെ റോഡിലില്ല, വേറെ മറ്റേ റിവർ സൈഡിലുണ്ടല്ലോ ഫോറസ്റ്റ് ഉണ്ടല്ലോ, സ്കൂൾക്ക് ഉള്ളിലെ ഫോറസ്റ്റിൽ അങ്ങനെ വീട്ടിലെത്തി. അപ്പൊ വീട്ടിലെത്തുമ്പോ അമ്മ ഞാനൊക്കെ വിശിക്കുന്നു പറയും, നല്ല അടി കൊടുത്ത ഭഗവാൻ. പിന്നെ പിറ്റേ ദിവസം ഒട്ട
നേരത്തൊക്കെ സ്കൂളിൽ പോയി രാവിലെ പോകും വൈകിട്ട് വരും റോഡ് സൈസ് നല്ല അടി കിട്ടില്ല അത് അമ്മ പറയാ അമ്മ നെറ്റി പോയോ അമ്മക്ക് പിന്നെ ആ സമയത്ത് തൊഴിലുറപ്പ് പണിയില് പോവും അമ്മ തൊഴിലുറപ്പ് പണി തൊഴിലുറപ്പ് അതില് പോവും അപ്പൊ പിള്ളേരെ വീട്ടിൽ കൊണ്ടുവന്ന ഞാൻ സ്കൂളിൽ പോയി വീട്ടിൽ വരുമ്പോ പിന്നെ അമ്മക്ക് ദേഷ്യായി അത് കാരണം നല്ല അടി കിട്ടിയിട്ടുണ്ട് അത് ജീവിതം വരെ മറക്കില്ല കേട്ടോ ബാപ്പേ നല്ല അടി റെഡിയായി പുനസം റെഡി ആവുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം സ്കൂളും പോണം പിന്നെ ഞാനും എൻ്റെ റംബുട്ടാൻ ഇത് എത്ര വർഷം കാത്തിരിക്കുന്നുണ്ടായിരുന്നു റംബുട്ടാന് എപ്പോ വരും പറഞ്ഞിട്ടേ ഇത് എത്ര വർഷമായി അപ്പേ ഈ റംബുട്ടാൻ വെച്ചിട്ട് ഇല്ല ഇത് എത്ര വർഷമായി വെച്ചിട്ട് കൊച്ചു ജനിച്ച് കഴിഞ്ഞിട്ട് ഇല്ലെന്നെ പ്രഗ്നന്റ് ആവുന്ന സമയത്തെ കൊച്ചിന് വേണ്ടി നട്ടതാ കൊച്ചിന് വേണ്ടി അല്ലേ ഈ മാവും അങ്ങനെ പറഞ്ഞിട്ട് വെച്ചാണല്ലോ കൊച്ചൊക്കെ വേണ്ടി പറഞ്ഞിട്ട് എവിടെ അപ്പൊ ഫൈനലി നമ്മുടെ റംബുട്ടാൻ വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ കുറച്ച് പഴുത്തിട്ടുണ്ട് കുറച്ച് പച്ച ആന കുറെ ഇല്ല കേട്ടോ കുറച്ച് ആന ദേ ആ ബാപ്പറേ ദേ പഴുത്തിട്ടുണ്ട് പിന്നെ പച്ച കുറച്ച് കൂടി ഉണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഒരെണ്ണം കഴിച്ചായിരുന്നു നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് പറക്കിയാപ്പേ എല്ലാം പറക്കി മറ്റേ മഴ പെയ്തിപ്പോ ഇതാവുന്നുണ്ട് ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പുറത്തേക്കും പറക്കി നോക്കട്ടെ വലുത് ഇതല്ലേ കുറച്ച് നെക്സ്റ്റ് ഇയർ നമുക്ക് നന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കണം എത്ര വലുത് ഇതുണ്ട് കണ്ടോ നല്ല മൊഞ്ചു നല്ല മധുരം നല്ല കട്ടിയുള്ളത് മാംസം പിന്നെ നല്ല രുചി കുറെ കായ ഉണ്ടായില്ലെന്നെല്ലാം കുറെ കായ കഴിച്ചില്ലേനാം 2-3 കായ കഴിച്ചുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഇവിടെ ചക്ക വെച്ചിട്ടുണ്ടോ അമ്മ ദിവസം രാവിലെ എനിക്ക് ചെടിയിൽ വെള്ളം ഒഴിക്കും പോവും ചെടിയിൽ വെള്ളം ഒഴിക്കും എടാ ഈ ചില ചെടികൾക്ക് ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വാടിപ്പോവും മഷിത്തണ്ട് പോട്ടി ബാൾസം ചെടി നല്ല ഉദിരോ പഠിക്കാൻ പിന്നെ സ്കൂളിലെ ഫ്രണ്ട്സും എല്ലാം ഫ്രണ്ട്സും നല്ല കൂട്ടിയാവോ താങ്ക് യു ശരിയാ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോ ഡെയിലി പ്രാർത്ഥിക്കണം കേട്ടോ ഓക്കേ സ്കൂളിൽ പോണ ബാഗ് ഇട്ടിട്ട് ബാഗ് മാറ്റിടണേ പഠിക്കാൻ പോണേ അതെ ആരാ പഠിക്കാൻ പോണേ ഹലോ എവിടേക്ക് പോണേ വണ്ടിയേക്ക് വന്നാ നല്ല സുന്ദരിയായിരുന്നു അത് കലക്കി എല്ലാ ടീച്ചർമാരും എന്റെ നല്ല ഫ്രണ്ട് ആണ് അതെ എന്തായിരിക്കും നല്ല സുന്ദരിയൊക്കെ നല്ല സുന്ദരി അപ്പോൾ ഞാനും അപ്പോൾ കൂടെ വീട്ടിലെത്തി പുനസൊക്കെ ഡ്രോപ്പ് ചെയ്തത് വന്നിട്ടുണ്ടോ പാവം പുനസ് ചിലപ്പം അഡല്യ സമൂറും അഡല്യ അവൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ സെക്ഷന് മാറിയിട്ടുണ്ടോ എനിക്ക് ടീച്ചേഴ്സ് കിട്ടി സംസാരിക്കുമ്പോൾ സെക്ഷന് മാറിയിട്ടുണ്ടോ പറഞ്ഞുണ്ടോ അപ്പോൾ പുനസക്ക് ചിലപ്പം വിഷമം ഉണ്ടാവും ഇപ്പോൾ പഴയ ഫ്രണ്ട്സ് ഇല്ലല്ലോ എല്ലാ പുതിയ ഫ്രണ്ട്സ് ആവുമല്ലോ അങ്ങനെയാണല്ലോ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് പിരിഞ്ഞ് പോകുമ്പോൾ പിന്നെ ആ വിഷമം ഉണ്ടാവും പക്ഷേ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ കുഴപ്പമില്ല വന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ പണിക്ക് ചെയ്തിട്ട് പിന്നെ പുനസ് വരുമ്പോൾ നമുക്ക്
കാണാം പുനസൊക്കെ ഇങ്ങനെയാണ് സ്കൂളിലെ ഫസ്റ്റ് ഫ്രണ്ട്സ് കിட்ட മിങ്കിലായോ ഇല്ലേ നമുക്ക് നോക്കാം കേട്ടോ. How's your day? Good day. How's your first day? Good day. Good day. Oh, ID card കിട്ടിയ Mayville standard 1 3rd March. This time female. Last time male ആയി പോച്ചൊക്കെ gender. This time female gender കിട്ടിയിട്ടുണ്ട്. കിട്ടിയ എല്ലാരെയും കിട്ടിയ ഇവിടെ വന്നിട്ടുണ്ടായോ കൊള്ളേ എന്താ അപ്പൊ നിന്റെ കൊച്ചു വന്നോ? പഠിപ്പിച്ചിട്ട് കൊച്ചു വന്നോ? ചുന്ദരി കോത വന്നോ? നമുക്ക് പഠിച്ചില്ല, കൊച്ചൊക്കെ പഠിപ്പിക്കണ്ട. അങ്ങനെ ടെൻഷനല്ല പഠിക്കണേ രൂപത്തിന്റെ എല്ലാം നാദ നോക്കണ്ടേ. പിന്നെ അല്ല ചുണ്ടരി ആ മുന്നോ ഇത് പൊട്ടിക്കുന്ന പാടില്ല കേട്ടോ കൊച്ചേ. ഈ കൊച്ചെ എല്ലാം പൊട്ടിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. പോലീസ് ഹാപ്പി ആയോ? ഫസ്റ്റ് ഡേ സ്കൂള് നല്ലതാണോ? ഓക്കെ, പറ സ്കൂളിനെ പറ്റി പറ. ഫസ്റ്റ് സ്കൂളിൽ തൊട്ട് എന്താ വിശേഷം പറ. ടീച്ചർ എന്താ പറയുന്നു? ടീച്ചർ കോഫി കുടിക്കാൻ പറഞ്ഞു. അതെ, ഗുഡ് ഗേൾ. അപ്പൊ ട്യൂഷന് പോകണം കേട്ടോ. വേഗം ട്യൂഷൻ പോകണം. അത് കഴിഞ്ഞിട്ട് ആങ്കാമല്ലി പുളിച്ചൊക്കെ ചെരുവ് മേടിക്കണം പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ പുനീസൊക്കെ ഡ്രസ്സ് മാറ്റി ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ. ഇത്രയാണ് ഇന്ന് പുനീസൊക്കെ മാത്രം വീഡിയോ ആണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ എല്ലാവരും. ബൈ ബൈ.